ക്യാമറ തന്നെ ഓഫ് ആവണ്. ക്യാമറയിൽ കളർ എന്തൊക്കെയോ വരുന്നത്. ഞാൻ മൊബൈൽ അടിച്ചു പോയിരുന്നു. ഞാനാകെ പേടിച്ചു പോയി പെട്ടെന്ന്. ഞാൻ നേരത്തെ എണീക്കണം വിചാരിച്ചായിരുന്നു. 7 മണിക്ക് അലാറം വെച്ച് 8 മണിക്ക് അലാറം വെച്ച് എത്ര മണിക്ക് അലാറം വെച്ചിട്ടും കാര്യമില്ല. രാവിലെ ആകുമ്പോൾ തണുപ്പുണ്ടല്ലോ, അമ്മാതിരി തണുപ്പ്. വേറെ കാര്യം കാണിച്ചു തന്നില്ലല്ലോ. ഇവിടെ ഞങ്ങൾ ഈ ബാത്റൂമിൽ ഈ റൂമിൻ്റെ അല്ലേ, ഇത് പൊട്ടി കിടക്കുന്നുണ്ടോ. ഇത് എങ്ങോട്ട് തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും ഇതിന് ഊരി വരിക. കണ്ടോ ഞാനിത് ഫിറ്റാക്കി വെച്ചിരിക്കുക. ബോറടിക്കണ്ടേ. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ, എനിക്ക് ഒന്നും പിടി കിട്ടില്ല. ആദ്യം ഞാൻ കുടിക്കണം, നീ കുടിക്കണം. ഞാൻ കുടിക്കാം. നീ അവിടെ അത് കൊണ്ടുവരും. ഞാൻ കുടിച്ചിട്ട് തരാം കേട്ടോ. എനിക്കിപ്പോൾ നല്ല വിശക്കുണ്ട്. കുടിച്ചു കഴിഞ്ഞപ്പോൾ അടുക്കളയിൽ എന്താ കഴിക്കാനെന്ന് പോയി നോക്കി വെക്കാം. എന്താണെന്ന് അറിയില്ല. ചക്ക വൈകുന്നേരം അമ്മന്തിക്കോ പൊളിച്ചു നിൽക്കണ്ടായിരുന്നു. അയ്യോ അതെന്നെ അവൻ്റെ അടുത്ത കളി. കുളിച്ചിട്ട് വന്നിട്ട് ചോറ് എടുത്തിട്ടാ ചോറെടുത്ത് എന്റെ നമ്മ മേടിച്ച പുതിയ കത്തിയായിട്ടത്. കറിക്കത്തി മേടിച്ച പുതിയത്. മോനെ ഞാൻ മേടിച്ചു മൊബൈല് വ്ളോഗ് എടുത്തു കൊടുക്കുമ്പോ ക്യാമറ തന്നെ ഓഫ് ആവണ്. ക്യാമറയിൽ കളർ എന്തൊക്കെയോ വരുന്നത്. ക്യാമറേന്റെ ഇങ്ങനെ കുറുകല്ലേ ചെടിച്ചടിച്ചിരിക്കണം. അപ്പൊ ഇവിടെ നിന്ന് ഇത്ര തടിക്ക് പച്ച വര, നീല വര, പിന്നെ വേറെ ഏത് കളർ ഉണ്ടായിരുന്നു, റോസോ ചോപ്പോ, റോസോ. ഞാൻ മൊബൈൽ അടിച്ചു പോയിരുന്നു. ഞാനാകെ പേടിച്ചു പോയി പെട്ടെന്ന്. മൊബൈൽ അടിച്ചു പോയാണ്ടല്ലോ. അതിന്റെ കാര്യം ഓർക്കുമ്പോൾ തന്നെ ഇപ്പൊ ചോറ് തിന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഗെയിം കളിക്കാനൊന്നും നിന്നില്ല. എൻ്റെ മൊബൈലിൽ നേരത്തെ എന്തോ ആയിപ്പോയി. ക്യാമറ എന്തോ പെട്ടെന്ന് വേറെ കളർ എന്തോ ആയിപ്പോയി. എനിക്ക് ഈ കാര്യം പറയുമ്പോൾ എന്തൊക്കെയോ ആവുന്നുണ്ട്. മൊബൈൽ നാശമായി. പിന്നെ എനിക്കിനി വ്ളോഗ് ഇടാൻ ഒരു കാര്യം ചെയ്യാൻ പറ്റൂല. ഇനിയിപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്യും? ഞാൻ കുറേ യൂട്യൂബിൽ നോക്കി നോക്കട്ടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ. മൊബൈൽ നാശമായുണ്ടല്ലോ, ഫുള്ള് തീരും പറഞ്ഞാൽ ഫുള്ള് തീരും. ഞാനാണ് ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ എൻ്റെ iPhone 7+ അല്ല, അതിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്താൽ പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നും ഇല്ലാതെ പറയുന്നത്. ഇത് ഇപ്പോൾ ഉണ്ടാവില്ല എന്നാണ് പറയണത്. ഇതിപ്പോൾ ഈ കാര്യം ഇനി ആയിരത്തും പറയണ്ട കേട്ടോ. ഈ കാര്യം നമ്മൾ മാത്രമേ അറിഞ്ഞാൽ. ഇതിപ്പോൾ വീട്ടിലാരെങ്കിലും കാണുകയാണെങ്കിൽ അപ്പം അറിയും. പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ, പേടിക്കാനൊന്നുമില്ല. പെട്ടെന്ന് വന്നുപോയി. ഇനി വരികയാണെങ്കിൽ പേടിക്കാനുണ്ട്. ഇത്രയും ദിവസം ഞാൻ ഈ റൂമിലല്ലേ കിടന്നേ. ഇന്ന് റൂം മാറാൻ പോവാ. ഇന്ന് മാത്രമല്ല, കുറച്ച് ദിവസമായി ഞാൻ അപ്പുറത്തെ എൻ്റെ ഒറിജിനൽ റൂമിലേക്ക് കിടന്ന്. ഏത് റൂം? ഈ റൂം. ഇതാണ് എൻ്റെ റൂം. ഇവിടെ ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ലൂഫിനെ വരച്ചിട്ടുണ്ട്. ഇവിടെ കുറേ കാര്യങ്ങൾ വരച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഡ്രോയിങ് കാരണം അപ്പോഴൊക്കെ എനിക്ക് ഒരു അടിപൊളി സാധനമായിരുന്നു. എനിക്ക് ലഡു ഉണ്ടെന്നുണ്ട്. വെള്ള അല്ല, മഞ്ഞ ഇടയ്ക്ക് മാറിപ്പോണ്ട്. മഞ്ഞ ലഡു, മഞ്ഞ എന്ത് മഞ്ഞ. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് വല്ല കടന്നുറങ്ങുന്ന പരിപാടിക്ക് നോക്കട്ടെ. 10 മണി ഉണ്ട്. ഇപ്പോൾ അധികം കുഴപ്പമൊന്നും കാണുന്നില്ല ക്യാമറയ്ക്ക്. ഞാൻ കുറേ നേരം ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി നോക്കി, ക്യാമറയിൽ കൊട്ടി നോക്കി, കുറേ നോക്കിയിട്ട് ക്യാമറയിൽ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ കുറേ കഴിഞ്ഞാൽ അങ്ങനെ ആയാൽ എന്തായാലും പ്രശ്നം. നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്ര ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഇരിക്കുന്നുണ്ട്. നാളെ അടുത്ത എല്ലാ വ്ളോഗായിട്ട് നാളെ കാണാം കേട്ടോ. എനിക്കൊന്നും പറഞ്ഞൂടെ? എന്താ ചപ്പലടി ചിരിപ്പിച്ചിട്ട്